ചോദ്യം നമ്പർ 338 ശ്രീ എ സി മൊയ്തീൻ, നിയമ വ്യവസായം കയർ വകുപ്പ് മന്ത്രി. ശ്രീ എ സി മൊയ്തീൻ, ചോദ്യം പെട്ടെന്ന് ചോദിച്ചു വെച്ചോ. ചോദിക്കാനില്ല സാർ. ചോദ്യം 338. ചോദ്യം കേരളത്തിന്റെ നിയമസഭയിൽ ഇന്ന് നടന്ന ഒരു നർമ്മ രംഗത്തിന്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇന്ന് സഭയിൽ ചോദ്യോത്തര വേളയിൽ പതിവ് പോലെ എ സി മൊയ്തീന്റെ ഒരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യം ചോദിക്കാൻ എ സി മൊയ്തീനെ സ്പീക്കർ എ എൻ ഷംസീർ ക്ഷണിച്ചപ്പോൾ പെട്ടെന്ന് ചോദിക്കുന്നില്ല സാർ എന്നൊരു തമാശ രൂപേണയുള്ള മറുപടിയാണ് എ സി മൊയ്തീൻ നൽകിയത്. ഇതോടുകൂടി സ്പീക്കറിന് ചിരി അടക്കാനായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സഭയിൽ ഇന്നുണ്ടായ ആ നർമ്മ ദൃശ്യങ്ങളുടെ അടക്കം പൂർണ്ണ രൂപവും അതോടൊപ്പം എ സി മൊയ്തീൻ ചോദിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വയംഭരണത്തെ കുറിച്ചുള്ള ആ നിർണായകമായ ചോദ്യത്തിന്റെ പൂർണ്ണ രൂപവും നമുക്കൊന്ന് കണ്ടു നോക്കാം. ചോദ്യം നമ്പർ 335 ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, 2023-24 വർഷത്തെ നബാർഡ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബാങ്കിന്റെ ഗ്രേഡ് സിയിൽ നിന്ന് ബിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ടേബിളിൽ നിന്നാ ചോദ്യം ചോദിക്കായിരുന്നു. താങ്ക് യു. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, കേരള ബാങ്കിനെ നബാർഡ് ഗ്രേഡിംഗ് സിയിൽ നിന്ന് ബിയിലേക്ക് ഉയർത്തി. അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്താണെന്ന് വിശദമാക്കാം. യെസ് മിനിസ്റ്റർ. വ്യക്തിഗത വായ്പകൾ 25 ലക്ഷം രൂപ വരെയായിരുന്നു 40 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം ബാങ്കിന്റെ ഇമേജും വർദ്ധിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് കേരള ബാങ്ക് നൽകിയ ആനുകൂല്യങ്ങൾ എന്തെന്ന് വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, 207 പേർക്കായി 385.87 ലക്ഷം രൂപ എഴുതി തള്ളിയിരിക്കുന്നു. ഇതുകൂടാതെ കുടുംബശ്രീ അംഗങ്ങൾക്ക് പേഴ്സണൽ വായ്പ 2 ലക്ഷം രൂപ വെച്ച് നൽകി തുടങ്ങിയിരിക്കുന്നു. ശ്രീ കെ ജനീഷ് കുമാർ. സർ, ബാങ്കിംഗ് രംഗത്ത് കേരള ബാങ്ക് നടപ്പിലാക്കുന്ന നൂതന പദ്ധതികൾ എന്തെല്ലാമാണെന്ന് വിശദമാക്കാം. യെസ് മിനിസ്റ്റർ. ഇപ്പോൾ പ്രധാനമായി MSC വായ്പകൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി 177 ബാങ്കുകൾക്ക് MSC പദ്ധതിയായിട്ട് വായ്പകൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇത് വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ഇനിയും ഉണ്ടാവും. ശ്രീ കെ പ്രേംകുമാർ. സർ, പാക്സുകളെ വിവിധോദ്ദേശ സംഘങ്ങളാക്കുക, FPOകൾ രൂപീകരിച്ച് കാർഷിക ഉൽപാദന വർധനവ് പ്രോത്സാഹിപ്പിക്കുക എന്നീ കാര്യങ്ങളിൽ കേരള ബാങ്ക് സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. ഇപ്പോൾ 100 FPO രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിൽ 36 എണ്ണം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ബാക്കിയോട് രൂപീകരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി. ശ്രീമതി ദലീമ. സർ, സംസ്ഥാനത്തെ ദുർബലാവസ്ഥയിലുള്ള പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾക്കായി കേരള ബാങ്ക് പ്രത്യേക പുനരുദ്ധാരണ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വിശദമാക്കാം. ഇപ്പോൾ തയ്യാറാക്കി നബാർഡിന്റെ ഒരു സഹായത്തിന് വേണ്ടി 24-ാം തീയതി നബാർഡ് ചെയർമാൻ അപ്പോയിന്റ്മെന്റ് തന്നിരിക്കുകയാണ്. അത് ഭാവിയിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് വരിക. ശ്രീ സണ്ണി ജോസഫ്. സാറേ, ചെറുകിട ഭൂവുടമകളുടെ വീടും പറമ്പും ജപ്തി ചെയ്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സഭയിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിനെ സംബന്ധിച്ച് എന്ത് നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്? ഇപ്പോഴും പല ബാങ്കുകളും ജപ്തി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനെ തടയാൻ എന്ത് നടപടിയാണ് കാർഷിക കടാശ്വാസം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അതേ നിലപാടിൽ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പ്രൈമറി സംഘങ്ങൾക്ക് മാത്രമാണ് ആ കാര്യത്തിൽ നടപടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഈ 3 സെന്റിൽ താഴെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള വീട്ടുകാരെ ഇറക്കി വിടാതെ ജപ്തി നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകും. അതായത് സർഫാസി ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള PR ആക്ടിന്റെ പരിധിയിൽ വരുന്ന കേരള ബാങ്കും അതുപോലെ മറ്റ് നമ്മുടെ അർബൻ ബാങ്കുകളും ആ നടപടി സ്വീകരിക്കുന്നുണ്ട്. അവരെ അതിന് പിന്തിരിപ്പിക്കണമെങ്കിൽ കുറെ കൂടി ശ്രമങ്ങൾ വേണ്ടി വരും. കോടതി നടപടികളാണ്. ചോദ്യം നമ്പർ 336 ശ്രീ കെ എം സച്ചിൻ ദേവ്, ബഹുമാനപ്പെട്ട നിയമ വ്യവസായം കയർ വകുപ്പ് മന്ത്രി. യെസ്, താങ്ക് യു. ശ്രീ കെ എം സച്ചിൻ ദേവ്. ചോദ്യമില്ല, സോറി, ചോദ്യം തന്നെ റദ്ദായി. സച്ചിൻ ദേവ് ആബ്സെന്റ്. ചോദ്യം നമ്പർ 337 ശ്രീമതി സി കെ ആശ, ബഹുമാനപ്പെട്ട നിയമ വ്യവസായം കയർ വകുപ്പ് മന്ത്രി. ശ്രീമതി സി കെ ആശ, അതും ആബ്സെന്റാ. ചോദ്യം നമ്പർ 338 ശ്രീ എ സി മൊയ്തീൻ, നിയമ വ്യവസായം കയർ വകുപ്പ് മന്ത്രി. ശ്രീ എ സി മൊയ്തീൻ, ചോദ്യം പെട്ടെന്ന് ചോദിച്ചു വെച്ചോ. ചോദിക്കാനില്ല സാർ. ചോദ്യം 338. ചോദ്യം മന്ത്രി ടേബിൾ ചെയ്തല്ലോ. വ്യവസായ മേഖലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്
സ്വയംഭരണാധികാരം നൽകുന്നതിനും അതിന്റെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? യെസ് സർ, മിനിസ്റ്റർ. സണ്ണി കമ്മിറ്റിയുടെ ശുപാർശയുടെ പോളാണ്ടി കമ്മിറ്റി ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വ്യവസായ വകുപ്പ് ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം ഉത്തരവ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം പരിഗണനയിലാണ്. സ്വയംഭരണാവകാശം പൂർണ്ണമായും ഫൈനാൻഷ്യൽ ഓട്ടോണമി വിത്ത് സോഷ്യൽ അക്കൗണ്ടബിലിറ്റിയുമാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ ഇപ്പോ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ലാഭകരമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ്, എത്ര എണ്ണം ഉണ്ട് എന്ന് വിശദാക്കാം. യെസ് സാർ, മിനിസ്റ്റർ. ഓരോ എണ്ണത്തിന്റെ കണക്ക് പ്രത്യേകമായിട്ട് നൽകാവുന്നതാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും മത്സരക്ഷമമാക്കുക, ലാഭകരമാക്കുക, ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാർ നടപ്പിലാക്കുന്ന നയം. ശ്രീ കെ വി സുമേഷ്. സർ, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി അവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് മറ്റ് വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ കാര്യം ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. തന്നെ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾക്ക് തന്നെ വ്യവസായ പാർക്കുകളായി ആരംഭിക്കാൻ കഴിയുന്നതാണ്. ജോയിന്റ് വെഞ്ചറുകളും പ്രത്യേക അനുമതിയോടുകൂടി ആരംഭിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഓർഡർ. യെസ്.